എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം. യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? ആൻസർ വർക്കല കുന്നുകൾ. വർക്കല കുന്നുകളാണ് യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം. ഹിമപ്പുലികളുടെ കണക്കെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അഥവാ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഹിമപ്പുലികളുടെ കണക്കെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അഥവാ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻസർ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് ഹിമപ്പുലികളുടെ കണക്കെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. യുനെസ്കോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനാകുന്നത്. യുനെസ്കോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനാകുന്നത് ആരാണ്? ആൻസർ ഖാലിദ് അൽ അനാനി. ഖാലിദ് അൽ അനാനിയാണ് യുനെസ്കോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനാകുന്നത്. ബംഗളൂരുവിലെ ഏത് പ്രദേശമാണ് അടുത്തിടെ ജൈവവൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്? ബംഗളൂരുവിലെ ഏത് പ്രദേശമാണ് അടുത്തിടെ ജൈവവൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്? ആൻസർ കന്റോൺമെൻറ്റ് റെയിൽവേ കോളനി. കന്റോൺമെൻറ്റ് റെയിൽവേ കോളനിയാണ് ബംഗളൂരുവിലെ ജൈവവൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്. കേരളത്തിൻ്റെ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ കിഴങ്ങ് ഇനത്തിൽപ്പെട്ട പുതിയ സസ്യവർഗം ഏതാണ്? കേരളത്തിൻ്റെ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ കിഴങ്ങ് ഇനത്തിൽപ്പെട്ട പുതിയ സസ്യവർഗം ഏതാണ്? ആൻസർ ക്ലോറോഫൈറ്റം വനപുഷ്പം. ക്ലോറോഫൈറ്റം വനപുഷ്പമാണ് കേരളത്തിൻ്റെ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ കിഴങ്ങ് ഇനത്തിൽപ്പെട്ട പുതിയ സസ്യവർഗം. വയനാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഗവേഷകർ പുതിയതായി കണ്ടെത്തിയ കിഴങ്ങ് വർഗം ഏതാണ്? വയനാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഗവേഷകർ പുതിയതായി കണ്ടെത്തിയ കിഴങ്ങ് വർഗം ഏതാണ്? ആൻസർ ഡയോസ്കോറിയ ബാലകൃഷ്ണാനി. ഡയോസ്കോറിയ ബാലകൃഷ്ണാനിയാണ് വയനാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഗവേഷകർ പുതിയതായി കണ്ടെത്തിയ കിഴങ്ങ് വർഗം. ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഗോലാഘട്ട്. അസമിലെ ഗോലാഘട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളുടെ പട്ടിക IUCN പുതുക്കിയത് പ്രകാരം ആകെ ജീവികളുടെ എത്ര ശതമാനമാണ് ഉൾപ്പെടുന്നത്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളുടെ പട്ടിക IUCN പുതുക്കിയത് പ്രകാരം ആകെ ജീവികളുടെ എത്ര ശതമാനമാണ് ഉൾപ്പെടുന്നത്? ആൻസർ 28%. 28% വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളുടെ പട്ടിക IUCN പുതുക്കിയത്. രാജ്യത്തെ കാട്ടാനകളുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? രാജ്യത്തെ കാട്ടാനകളുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ കർണാടക. കർണാടകയാണ് രാജ്യത്തെ കാട്ടാനകളുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം. കേരളത്തിൻ്റെ സ്ഥാനം 4ആണ്. തേയിലയുടെ പൂവിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത സർവകലാശാല. തേയിലയുടെ പൂവിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത സർവകലാശാല. ആൻസർ നാഗാലാൻഡ്. നാഗാലാൻഡ് സർവകലാശാലയാണ് തേയിലയുടെ പൂവിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യ പവിഴപ്പുറ്റ് ലാർവ ക്രയോബാങ്ക് ആരംഭിച്ച രാജ്യം. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യ പവിഴപ്പുറ്റ് ലാർവ ക്രയോബാങ്ക് ആരംഭിച്ച രാജ്യം. ആൻസർ ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസ് ആണ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യ പവിഴപ്പുറ്റ് ലാർവ ക്രയോബാങ്ക് ആരംഭിച്ച രാജ്യം. വേൾഡ് ആനിമൽ ഡേ എന്നാണ് വേൾഡ് ആനിമൽ ഡേ? ആൻസർ ഒക്ടോബർ 4. ഒക്ടോബർ 4-നാണ് വേൾഡ് ആനിമൽ ഡേ.
ഏത് നദിക്ക് കുറുകെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഗോവൻ മോഡൽ ജലബന്ധാര തടയണ പദ്ധതി നിലവിൽ വരുന്നത്? ഏത് നദിക്ക് കുറുകെയാണ് സംസ്ഥാനത്തെ ആദ്യ ഗോവൻ മോഡൽ ജലബന്ധാര തടയണ പദ്ധതി നിലവിൽ വരുന്നത്? ആൻസർ കുന്തിപ്പുഴ. കുന്തിപ്പുഴയ്ക്ക് കുറുകെയാണ് സംസ്ഥാനത്തെ ആദ്യ ഗോവൻ മോഡൽ ജലബന്ധാര തടയണ പദ്ധതി നിലവിൽ വരുന്നത്. ചെനാബ് നദിയിൽ നിലവിൽ വരാൻ പോകുന്ന ജലവൈദ്യുത പദ്ധതി ഏതാണ്? ചെനാബ് നദിയിൽ നിലവിൽ വരാൻ പോകുന്ന ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ സവാൽകോട്ട്. സവാൽകോട്ട് പദ്ധതിയാണ് ചെനാബ് നദിയിൽ നിലവിൽ വരാൻ പോകുന്ന ജലവൈദ്യുത പദ്ധതി. അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണ് അന്താരാഷ്ട്ര വയോജന ദിനം? ആൻസർ ഒക്ടോബർ 1. ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. കേരള രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസിക ഏതാണ്? കേരള രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസിക ഏതാണ്? ആൻസർ രാജഹംസം. രാജഹംസമാണ് കേരള രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസിക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ഏതാണ്? ആൻസർ ഹുവാജിയാങ്. ഹുവാജിയാങ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി പ്രഖ്യാപിച്ചത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി പ്രഖ്യാപിച്ചത് ഏതാണ്? ആൻസർ ബലോഡ്. ബലോഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി പ്രഖ്യാപിച്ചത്. ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം 2024 അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടിയ നിലയിൽ രേഖപ്പെടുത്തിയത്. ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം 2024 അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടിയ നിലയിൽ രേഖപ്പെടുത്തിയത്. ആൻസർ 423.9 ppm. 423.9 ppm ആണ് ലോക കാലാവസ്ഥാ സംഘടനാ റിപ്പോർട്ട് പ്രകാരം 2024 അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടിയ നിലയിൽ രേഖപ്പെടുത്തിയത്. 2025 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത്? 2025 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത്? ആൻസർ NS മാധവൻ. NS മാധവനാണ് 2025 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത്. 2025 11ാമത് ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടി എവിടെയാണ് നടന്നത്? 2025 11ാമത് ലോക ഹരിത സാമ്പത്തിക കോടി എവിടെയാണ് നടന്നത്? ആൻസർ ദുബായ്. ദുബായിലാണ് 2025 11ാമത് ലോക ഹരിത സാമ്പത്തിക ഉച്ചകോടി നടന്നത്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്ത്? 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്ത്? ആൻസർ ട്രിയോണ്ട. ട്രിയോണ്ടയാണ് 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്ത്. 49ാമത് വയലാർ അവാർഡ് ജേതാവ്? 49ാമത് വയലാർ അവാർഡ് ജേതാവ്? ആൻസർ സന്തോഷ് കുമാർ. സന്തോഷ് കുമാറാണ് 49ാമത് വയലാർ അവാർഡ് ജേതാവ്. കൃതി തപോമയിയുടെ അച്ഛൻ. VS അച്യുതാനന്ദൻ കേരള പുരസ്കാരം 2025 അർഹനായത്? VS അച്യുതാനന്ദൻ കേരള പുരസ്കാരം 2025 അർഹനായത്? ആൻസർ S രാമചന്ദ്രൻ പിള്ള. S രാമചന്ദ്രൻ പിള്ളയ്ക്കാണ് 2025 VS അച്യുതാനന്ദൻ കേരള പുരസ്കാരം ലഭിച്ചത്. 2025 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? 2025 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? ആൻസർ ശക്തി. ശക്തി ചുഴലിക്കാറ്റാണ്
2025 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. ഇ.പി. ജയരാജൻ്റെ ആത്മകഥയുടെ പേര്. ഇ.പി. ജയരാജൻ്റെ ആത്മകഥയുടെ പേര്. ആൻസർ: ഇതാണെൻ്റെ ജീവിതം. ഇതാണെൻ്റെ ജീവിതമാണ് ഇ.പി. ജയരാജൻ്റെ ആത്മകഥ. സംസ്ഥാനത്ത് ഹിന്ദി ഭാഷ നിരോധിക്കാൻ ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന സർക്കാർ. സംസ്ഥാനത്ത് ഹിന്ദി ഭാഷ നിരോധിക്കാൻ ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന സർക്കാർ ഏതാണ്? ആൻസർ: തമിഴ്നാട്. തമിഴ്നാടാണ് സംസ്ഥാനത്ത് ഹിന്ദി ഭാഷ നിരോധിക്കാൻ ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന സർക്കാർ. മണ്ണിടിച്ചിൽ മൂലം അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ റാറ്റിൽ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മണ്ണിടിച്ചിൽ മൂലം അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ റാറ്റിൽ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ: ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് മണ്ണിടിച്ചിൽ മൂലം അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ റാറ്റിൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏത് പ്രദേശമാണ് ഇംപേഷ്യൻസ് സെൽവാസിങ്കി എന്ന പുതിയ സസ്യയിനം കണ്ടെത്തിയത്? ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ഇംപേഷ്യൻസ് സെൽവാസിങ്കി എന്ന പുതിയ സസ്യയിനം കണ്ടെത്തിയത്? ആൻസർ: പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്താണ് ഇംപേഷ്യൻസ് സെൽവാസിങ്കി എന്ന പുതിയ സസ്യയിനം കണ്ടെത്തിയത്. യുനെസ്കോയുടെ പ്രശസ്തമായ മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാമിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവായി തിരഞ്ഞെടുത്തത് ഏതാണ്? യുനെസ്കോയുടെ പ്രശസ്തമായ മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാമിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവായി തിരഞ്ഞെടുത്തത് ഏതാണ്? ആൻസർ: ഹിമാചൽ പ്രദേശിലെ ലാഹൗൾ സ്പിതി താഴ്വര. ഹിമാചൽ പ്രദേശിലെ ലാഹൗൾ സ്പിതി താഴ്വരയാണ് യുനെസ്കോയുടെ പ്രശസ്തമായ മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാമിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവായി തിരഞ്ഞെടുത്തത്.